നാദേന്ദ്രിയം രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. ഫോണിനപ്പുറത്ത് പറയുന്ന കാര്യങ്ങൾ ചെവിയിലേക്ക് എത്തിയതും അവനേറി വന്ന ദേഷ്യം നിയന്ത്രിക്കാനാവാതെ കയ്യിലെ ഫോൺ തറയിലേക്ക് ആഞ്ഞൊരേറായിരുന്നു. വായിൽ വന്ന ഒരു തെറി ഒട്ടും സങ്കോചപ്പെടാതെ ഉറക്കെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ ഇരുന്ന വെള്ളച്ചെക്ക് തട്ടി തറയിലേക്കിട്ട് പൊട്ടിച്ചു. എന്താടാ മോനെ? അവിടെ നടക്കുന്ന ശബ്ദകോലാഹലങ്ങൾ കേട്ടുകൊണ്ട് കാര്യം എന്താണെന്നറിയാൻ അവിടേക്ക് വന്ന നന്ദയ്ക്ക് ദേഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന തന്റെ മകനെ കാണെ വെപ്രാളത്തോടെ അവൻ അരികിലേക്ക് വന്നുകൊണ്ട് തിരക്കി. അവനതിന് ചെവി കൊടുക്കാതെ സ്വന്തം തലമുടിയിൽ വിരൽ കൊരുത്ത് വലിച്ചുകൊണ്ട് അലറി. ജിത്തു! അവനരികിലേക്ക് ചെന്ന് അവന്റെ തോളിലേക്ക് കൈവച്ചുകൊണ്ട് വിളിച്ചു. തന്റെ തോളിൽ വന്നമർന്ന് അവരുടെ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് അവരെ നോക്കാതെ മുരണ്ടു. എന്താടാ മോനെ പറ്റിയത്? എന്തിനാണ് നീ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? നന്ദയ്ക്ക് അവന്റെ പെട്ടെന്നുള്ള ദേഷ്യത്തിന്റെ കാരണമറിയാതെ അവനോട് ആകുലതയോടെ തിരക്കി. എന്നെ തൊടലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവൻ അവർക്ക് നേരെ അലറി. ജിത്തു! അവന്റെ കണ്ണിൽ കാണുന്ന ക്രോധം അതെന്തിനുള്ളതാണെന്ന് അറിയാതെ ഉഴറി. എല്ലാം എന്റെ കായ്പിടിയിൽ ഒതുങ്ങിയതാ. അവസാന നിമിഷം നായിന്റെ മോനെ ഒറ്റത്തും വന്ന എല്ലാം നാശാക്കിയിട്ട് പോയി. അവരെ നോക്കി അലറി. നീ ഇത് എന്തിനെ പറ്റിയാടാ മോനെ പറയുന്നേ? നന്ദി പയ്യ അവനരിയിലേക്ക് നീങ്ങിന്നോണ്ട് ചോദിച്ചു. ആ നീലി അവളെ എനിക്കിന്ന് കിട്ടിയനെ അമ്മ. ജിത്തു അവരുടെ കണ്ണിലേക്ക് നോക്കി മുരണ്ടുകൊണ്ട് പറഞ്ഞു കേട്ട നന്ദകിയുടെ കണ്ണുകളൊന്നും മിഴിഞ്ഞു. ജിത്തു! അവർ കേട്ട കാര്യം വിശ്വസിക്കാനാവാതെ തന്റെ മകനെ നോക്കി. എന്റെ ഉള്ളം കഴിയുന്ന ഇത് എത്രാമത്തെ പ്രാവശ്യമാണെന്നോ അവള് വഴുതി പോന്ന്? അവൻ തന്നെ പല്ലേരിച്ചുകൊണ്ട് പറയവേ നന്ദകി ആദ്യമായി കാണുന്ന അവനിലെ ആ ഭാവത്തെ തന്റെ കണ്ണുകളാൽ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു. എപ്പോഴും എന്തെങ്കിലും ഏടാകൂടങ്ങൾ ഞങ്ങൾക്കിടയിൽ വന്നുകൊണ്ടേയിരിക്കും. അവളെ എപ്പോഴൊക്കെ ഞാൻ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവൾ ഇതുപോലെ എന്നിൽ നിന്ന് വഴുതി മാറി പോയിക്കൊണ്ടേയിരിക്കും. അവൻ പറഞ്ഞുകൊണ്ട് തന്റെ തലമുടിയിൽ വിരൽ കോർത്ത് വലിച്ചു. പക്ഷേ ആഗ്രഹിച്ചൊന്നും സ്വന്തമാക്കാതെ വിട്ടുകളയുന്ന ശീലം എനിക്ക് പണ്ടേയില്ല. അതാ ഇന്ദ്രനീതി പോലെ കൊണ്ടുനടക്കുന്ന മുതലിന് വേണ്ടിയാവുമ്പോ അതിനോടുള്ള അഭിനിവേശം കൂടും. അവനൊരു വക്രീച്ച ചിരിയോടെ പറഞ്ഞു. നന്ദകി അവനെ പകപ്പോടെ നോക്കി നിന്നു. ഒരിക്കലും രുചി അറിഞ്ഞാ പിന്നെ അതിനെ മൊത്തമായി രുചി നോക്കാതെ വലിച്ചെറിയുന്ന സ്വഭാവമല്ല എന്റേത്. ഇന്ദ്രനേക്കാൾ മുന്നേ അവളുടെ ശരീരത്തിൽ കൈവച്ചവനാ ഞാൻ. അപ്പൊ അവൾ എന്റെ അല്ലേ? അവനൊരു ഉന്മാദിയെ പോലെ അവർക്ക് നേരെ തിരിഞ്ഞു. നന്ദയിൽ അവന്റെ ഈ ഭാവമിൽ ഒരേ സമയം ഭയവും അവനെ കുറിച്ചുള്ള ആശങ്കയും നിറച്ചു. ഒന്ന് കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് അവളുമായിട്ട് ഇവിടുന്ന് പറക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇവിടെ എനിക്ക് ചെയ്തു തീർക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടായി പോയി. ആനന്ദിക്കോ മനസ്സിൽ ചിന്തിച്ചു കൂട്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു. അതിൽ പ്രധാനം നാൽപ്പാട്ടൻ ലക്ഷ്മണ ജിതേന്ദ്രന്റെ അന്ത്യമായി പോയി. അവൻ തന്നെ പല്ലേരിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ കൈ കൊണ്ട് അവന്റെ ജീവൻ എടുക്കുന്ന നേരം അവൻ കാണുന്നത് അത് ഈ കൈ കിടന്ന് പടയുന്ന അവന്റെ പെണ്ണിനെ ആയിരിക്കണം. ജീത്തു തന്റെ വലതുകരം അവർക്ക് നേരെ ഉയർത്തി പിടിച്ചുകൊണ്ട് മനോനില തെറ്റിയവനെ പോലെ പറഞ്ഞു. മോനെ! എത്ര ശ്രമിച്ചിട്ടും അവരുടെ വാക്കുകളൊന്നും ഇടറിപ്പോയി. എനിക്ക് വേണമ്മാ, അവളെ എനിക്ക് വേണം. ജിത്തു അവരുടെ രണ്ട് കൈകളിലും പിടിച്ച് അവരെ ഉലച്ചുകൊണ്ട് ഉന്മാദം നിറഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു. നീ ഇതെന്തൊക്കെയാടാ ഈ പറയുന്നേ? അവളെപ്പോലെ ഒരു പെണ്ണിന്റെ പുറകെ ഇങ്ങനെ വെറി പിടിച്ചടക്കാൻ മാത്രം അവൾക്ക് എന്താടാ ഉള്ളത്? അവരവന്റെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവനോട് കയർത്തു. അവരുടെ ആ സംസാരം ഇഷ്ടപ്പെടാത്തവനെ പോലെ തന്നെ മുഖം തിരിച്ചു. അവൻ ആ ഇന്ദ്രൻ കൊണ്ടു നടന്നവൾ തന്നെ വേണം നിനക്ക്? അവനെ തനിക്ക് നേരെ തിരിച്ചെത്തിക്കൊണ്ട് ഉയർന്നു വന്ന ദേഷ്യത്തോടെ ചോദിച്ചു. വേണം, അവൻ കൊണ്ടു നടന്നവൾ തന്നെ വേണം എനിക്ക്. അത് പക്ഷെ അവളോടുള്ള ദിവ്യപ്രേമം കൊണ്ടൊന്നല്ല. അവൻ ഇത്ര നാളും പൊതിഞ്ഞു പിടിച്ചു കൊണ്ടു നടന്നതിനെ ഞാൻ സ്വന്തമാക്കുമ്പോഴുള്ള ഒരു നിർവൃതി, അത് അനുഭവിച്ചറിയാൻ വേണ്ടി മാത്രമായി അവളെ എനിക്ക് വേണം. അവൻ നന്ദിയെ നോക്കി മുരണ്ടു. അങ്ങനെ നീ വിചാരിക്കുന്ന പോലെല്ലാം നടക്കണമെങ്കിലേ അവൻ ആ ഇന്ദ്രൻ മരിക്കണം. അല്ലാത്ത പക്ഷെ ഇതൊന്നും ഒരിക്കലും നിറവേറാൻ പോകുന്നില്ല ജിത്തു. അവൻ ജീവനോടെ ഇരിക്കുമ്പോ നിന്നെ അതിന് സമ്മതിക്കില്ല. അവളെ ഒറ്റയ്ക്ക് വേണ്ടി അവൻ ഇക്കാലത്തിനും ക്ഷമയോടെ കാത്തിരുന്ന് അതൊരിക്കലും അവള് പരിധികാരി പോകുന്ന നോക്കിക്കാൻ വേണ്ടി അല്ല. അവർ പറഞ്ഞു നിർത്തിയതും ജിത്തുവിന്റെ മുഖം ചുളിഞ്ഞു. ഇന്ദ്രൻ നീലിയെ ഇത്രമാത്രം മനസ്സിൽ കൊണ്ട് നടന്നിട്ട് എന്തുകൊണ്ട് ഒരിക്കൽ പോലും അവളെ സ്വന്താക്കാൻ ശ്രമിച്ചില്ല? എന്തിനാ അവളെ തഴഞ്ഞുകൊണ്ട് അവൻ ഗായത്രിയുടെ കഴുത്തിൽ താലിയാർത്താൻ തയ്യാറായി? ഈ കാര്യങ്ങൾ നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവരവരെ നോക്കി ചോദിച്ചോ. അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഭാവേന അവരെ നോക്കി. ഏതൊരാണോ ഒറ്റ തവണ താലിയാർത്താനല്ലേ ആഗ്രഹിക്കൂ? അതും താൻ ജീവനൂല്യം സ്നേഹിച്ച പെണ്ണിന്റെ കഴുത്തിലാണെങ്കിൽ പിന്നെ പറയേം വേണ്ട. പക്ഷേ ഇവിടെ അവൻ അന്നൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ നീലിയുടെ കഴുത്തിൽ തന്നെ താലിയാർത്തായിരുന്നിട്ട് കൂടി അവൻ അതിന് മുതിർന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും നീ ചിന്തിച്ചോ? ആ കാരണവരുടെ നിർബന്ധം കൊണ്ടല്ലേ? അവരെ നോക്കി സംശയബാധിൽ തിരക്കി. അതിനവൻ നിന്റെ തന്ന നാൽപ്പാട്ട അനന്ത തമ്പുരാനല്ല. അവരെ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. ആ വിവാഹം അതന്ന് നടക്കേണ്ടത് മറ്റാരെക്കാളും അവന്റെ ആവശ്യമായിരുന്നു. വാട്ട്? അവൻ കേട്ട കാര്യം വിശ്വസിക്കാനാവാതെ അവരെ നോക്കി ചോദിച്ചു. അവന്റെ ജാതകത്തിലെ ദോഷ കറ്റാൻ വേണ്ടി അവൻ തെരഞ്ഞെടുത്ത ഒരു നാടകം
അത് മാത്ര അന്നത്തെ ആ വിവാഹം. അവന്റെ ആ നാടകത്തിന് കൂട്ടുനിന്ന ഗുണം മാത്രം ഉള്ളതുകൊണ്ട് ഗായത്രിയും മനസ്സിലോടെ അതിന് കൊട പിടിച്ചു. നന്ദി പറഞ്ഞു നിർത്തി. അപ്പോഴും നീലി അവൻ എന്തിനു തഴഞ്ഞു എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ജിത്തു അവർ നോയി പറഞ്ഞു. അതിനവരൊന്ന് ചുണ്ടുകൂട്ടി ചിരിച്ചു. കേവലം ഒരു ജാതകദോഷത്തിന്റെ പേരിൽ അവൾ അവൻ അകറ്റി നിർത്തുള്ളൂ. അത്രയ്ക്ക് പേടിത്തൊണ്ടനാണ് അവൻ. ജിത്തു അവർ നോയി പുച്ഛത്തോടെ ചോദിച്ചു. അത് കേട്ടത് അവരൊന്ന് ചിരിച്ചു. നീ ഇപ്പോഴും കഥ മര്യാദക്ക് കേട്ടിട്ടില്ല ജിത്തു. അവരതേ ചിരിയോട് അവന് മറുപടി നൽകി. ഇന്ദ്രൻ നീലിയെ തഴഞ്ഞ് ഗായത്രിയുടെ കഴുത്തിൽ താലിയാർത്തിയത് അതൊരിക്കലും കേവലം ഒരു ജാതകദോഷത്തെ പേടിച്ചുകൊണ്ടല്ല, മറിച്ച് ആ ഒരു ചെറിയ കാര്യം പോലും ഭാവിയിൽ അവർക്കിടയിൽ ഒരു പ്രശ്നമായി കടന്നു വരുതെന്ന് അവന് നിർബന്ധമുള്ളതുകൊണ്ടാ. അതിലുപരി അവൾ അവനിൽ നിന്ന് അകറ്റുന്ന ഒന്നും അവനിൽ അവശേഷിക്കാൻ പാടില്ലെന്ന വാശി. അതാ അന്ന് അവനെ ആ പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ച്. നീലി അവന് വെറും പ്രണയമല്ല, നാളിത്രി അവനെ അനുഷ്ഠിച്ച അവന്റെ തപസ്യ. അതിന് ഭംഗം വരുന്ന ഒന്നും അവൻ ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കില്ല ജിത്തു. അവളുടെ കാര്യത്തിൽ മാത്രം അവൻ വല്ലാത്ത സ്വാർത്ഥന. അവിടെ അവന് ബന്ധങ്ങളില്ല, ബന്ധനങ്ങളില്ല, അവനും അവളും മാത്രം. അതിനിടയിൽ ആരെങ്കിലും കയറി വരാൻ ശ്രമിച്ചാ പിന്നെ അവനെ എന്താ ചെയ്യാന്ന് പറയാൻ കഴിയില്ല. അവന് ഭ്രാന്ത് പിടിക്കുന്ന നിമിഷങ്ങളിൽ ഒന്നാത്. അവന്റെ ആ ഭ്രാന്ത് എത്രത്തോളം ഉണ്ടെന്ന് നീ ഇന്ന് അളന്നറിയും. ആ ഒരു പറഞ്ഞു നിർത്തലും മുറ്റത്ത് ഇന്ദ്രന്റെ കാറ് വന്ന് നിന്നിരുന്നു. കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയവൻ കാർ ഡോർ വലിച്ചടച്ച് കാറ്റുപോലെ അകത്തേക്ക് പാഞ്ഞു. അവനെ ആ പോക്കൊന്ന് പതട്ടത്തോടെ നോയിക്കൊണ്ട് നീലി അവന് പുറകെ വെച്ച് പിടിച്ചു. അകത്തേക്ക് കയറി അവൻ ഹാളിലിരിക്കുന്നവരെ ആരെയും ശ്രദ്ധിക്കാതെ മുകളിലേക്കുള്ള പടികൾ ഓരോന്നായി കയറി. എന്റെ ദേവി കാത്തോണേ. നീലി അവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മുഖഭാവം മനസ്സിൽ കണ്ടെന്ന പോൽ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പടികൾ കയറാൻ പോയതും കോണിപ്പടിയിലൂടെ എന്തോ ഉരുണ്ട് തന്റെ കാൽ കീഴിൽ വന്ന് കിടക്കുന്നതാണ് അവൾ കണ്ടത്. ഒരു നിമിഷത്തെ ഞെട്ടലിനൊടുവിൽ അവൾ തന്റെ കാൽ കീഴിൽ കിടക്കുന്ന ജിത്തുവിലേക്കും അത്യധികം ക്രോധത്താൽ പടികൾ ഓരോന്നായി ഇറങ്ങി വരുന്നവരിലേക്കും തന്റെ മിഴികൾ മാറി മാറി പതിപ്പിച്ചു. അയ്യോ ഞാൻ മാറിവിട! നന്ദകി പറഞ്ഞുകൊണ്ട് അവന് പുറകെ ധൃതിയിൽ പടികൾ ഇറങ്ങി. നീലി! താഴോട്ടിറങ്ങിയതും അവൻ അവളെ നീട്ടി വിളിച്ചു. അത് കേട്ടതും അവൾ വേഗം തോളിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് അവനരികിലേക്ക് നീങ്ങി നിന്നു. മുകളിലേക്ക് പോ! അവൻ അവളോട് തന്നെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ദ്രേട്ടാ! ആളവന്റെ കത്തിച്ചൊളിച്ച് നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി വിളിച്ചതും അവൻ അവളെ തന്റെ ഒറ്റ നോട്ടത്തിൽ തന്നെ നിശബ്ദയാക്കി. മുകളിലേക്ക് പോടി! അവൻ അവൾക്ക് നേരെ മുരണ്ടു. അത് കേട്ടത് അവിടെ നിന്ന് അവൾ വേഗം കുഞ്ഞുമായി മുകളിലേക്കുള്ള പടികൾ കയറി. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അവളെ നിന്റെ ഈ വൃത്തിയിട്ട കണ്ണിൽ നിന്ന് നീ അകറ്റി നിർത്തിയേക്കുന്നത്. ഇന്നും പറഞ്ഞുകൊണ്ട് താഴെ വീണ് കിടക്കുന്നവന്റെ കാല് പിടിച്ച് തിരിച്ചോടിച്ചു. അവന്റെ അലർച്ച അവിടെ ഭാഗം മുഴങ്ങി കേട്ടു. അയ്യോ എന്റെ മോനെ! നന്ദകി വിളിച്ചുകൊണ്ട് അവൻ അരിയിലേക്ക് ചെല്ലാൻ ഒരുങ്ങിയതും അവന്റെ അടുത്ത കാലം കൂടി തിരിച്ചോടിച്ചിരുന്നവൻ. അയ്യോ വിടണവനെ! നന്ദകി വിളിച്ചുകൊണ്ട് ഇന്ദ്രനരികിലേക്ക് നീങ്ങിയതും ഇന്ദ്രൻ തന്റെ കാൽ കീഴിൽ കിടക്കുന്നവനെ താഴെയിട്ട് ചവിട്ടി കൂട്ടുകയായിരുന്നു. നീ ഇനി മുതൽ എഴഞ്ഞ് ജീവിച്ചാ മതി! അവൻ പറഞ്ഞുകൊണ്ട് ജിത്തുവിന്റെ നെഞ്ചിലേക്ക് തന്നെ ആഞ്ഞ് ചവിട്ടി. അവന്റെ വായിൽ നിന്ന് വേദനയോടെയുള്ള സ്വരങ്ങളൊന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ഇനി നീ ചാകുന്നവരെ ഇവിടെ ഇതിനകത്ത് കിടന്ന് നരകിക്കുന്ന എനിക്ക് കാണണം! അവൻ പറഞ്ഞുകൊണ്ട് ജിത്തുവിനെ താഴെയിട്ട് ചവിട്ടി കൂട്ടി. അവൻ ചവിട്ടുന്ന ഓരോ ചവിട്ടും അവനൊന്നും വിടാതെ വെറും നിലത്തിടന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. അയ്യോ വീട്ടിലെന്റെ കുഞ്ഞിനെ! നന്ദകി അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവന്റെ അരിയിലേക്ക് വന്ന് പറഞ്ഞു. ഏയ്! അത് കാണെ അവന്റെ ശബ്ദം അവർക്ക് നേരെ ഉയർന്നു. അവരവനിൽ തന്റെ കൈ പിൻവലിച്ചുകൊണ്ട് അവനെ കണ്ണുമിഴിച്ച് നോക്കി. അങ്ങോട്ടും മാറി നിന്നോളണം, ഇല്ലാച്ചാ അടുത്തടി പൊട്ടുന്നത് നിങ്ങളുടെ കവിളിലായിരിക്കും. ഇന്ദ്രൻ അവരെ നോക്കി മുരണ്ടതും അവരവനെ വിട്ടാകുന്നോണ്ട് മാറി നിന്നു. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് മായേ നീ എന്റെ പെണ്ണിന് നേർക്ക് നിന്റെ ദൃഷ്ടി പതിപ്പിച്ച്? അവൻ ചോദിക്കുന്നതിനൊപ്പം അവന്റെ വലത്തെ കണ്ണിലെ കൈമുഷ്ടിരുട്ടിക്കൊണ്ട് ആഞ്ഞു കുത്തി. അവന്റെ നിലവിളി ശബ്ദം ആ കോവിലത്തെ ആകെ വിറകൊള്ളിച്ചുകൊണ്ട് കടന്നുപോയി. അയ്യോ എന്റെ മോനെ! നന്ദി അവനരികിരുന്ന് ആർത്ത് കരഞ്ഞു. ഇന്ദ്ര, നിനക്കെന്താണ് ആ ഭ്രാന്ത് പിടിച്ചോ? ശിവശങ്കരൻ തമ്പി അവനരികിലേക്ക് വന്നൊരു ദേഷ്യത്തിൽ ചോദിച്ചു. അവനെയാണെന്ന് മുഖമുയർന്നു നോയിക്കൊണ്ട് ജിത്തുവിന്റെ കൈ ഒറ്റത്തിരിക്കലിന് ഒടിച്ചു കളഞ്ഞു. അവൻ വേദന കൊണ്ട് താഴെ പുഴുവിനെ പോലെ കിടന്ന് പൊളഞ്ഞു. ഇന്ദ്രന്റെ കണ്ണ് അപ്പോഴും ശിവശങ്കരൻ തമ്മിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആ നോട്ടം ഒട്ടും മാറ്റാതെ തന്നെ അവൻ ജിത്തുവിന്റെ അടുത്ത കൈയും പുറകിലേക്ക് തിരിച്ചൊടിച്ച് കളഞ്ഞു. അവന്റെ ആ ഒട്ടും കൂസാതെയുള്ള ഭാവവും പ്രവൃത്തിയും കാണെ ശിവശങ്കരൊന്നും ഞെട്ടാതിരുന്നില്ല. എന്റെ ഈ ഇന്ദ്രന്റെ പെണ്ണിനെ തന്നെ വേണരണം മായ നിനക്കോ? അവൻ ചോദിച്ചുകൊണ്ട് ജിത്തുവിന്റെ കയ്യിൽ പിടിച്ച് കറക്കി ഒറ്റ ഏറായിരുന്നു. അവൻ അവിടെയുള്ള ചുമർ ഭിത്തികളിൽ ഒന്നിൽ ഇടിച്ചു നിന്നു. അച്ഛാ എന്റെ മോൻ, അവനെ രക്ഷിക്കാച്ച, ഇല്ലെങ്കിൽ അവനെ കൊല്ലു! നന്ദി ശിവശങ്കരൻ നമ്മുടെ മുമ്പിൽ വന്ന് തൊഴുകയോട് അപേക്ഷിച്ചു. എന്നാൽ അയാൾ അപ്പോഴും തന്റെ പ്രിയപ്പെട്ട ചെറുമകന്റെ ഭാവപരസ്യയിൽ സ്തബ്ധനായി നിൽക്കുകയായിരുന്നു.
മുന്നിൽ അരങ്ങേറുന്ന കാഴ്ച അയാളെ മുന്നോട്ട് ഒരടി വെക്കാൻ കഴിയാത്ത വിധം സ്തംഭിപ്പിച്ച് കളഞ്ഞിരുന്നു. നിന്നോട് ഞാൻ ഒരു തവണയല്ല പലതവണ പറഞ്ഞ അവൾക്ക് നേരെയുള്ള നിന്റെ പിഴച്ച നോട്ടം വേണ്ടാന്ന്, പക്ഷേ നീ അത് കേട്ടില്ല. അവൻ പറഞ്ഞുകൊണ്ട് താഴെ കിടന്ന് വേദന കൊണ്ട് പുളയുന്നവനെ അവന്റെ നീണ്ടു വളർന്ന മുടിയിൽ പിടിച്ച് നടുത്തളത്തിലേക്ക് വലിച്ചിഴച്ചു. നീ അവിടെ ദേഹത്ത് കൈവച്ചന്ന് തന്നെ നിന്നെ ഞാൻ തളർത്തി കിടത്തേണ്ടതായിരുന്നു. അവൻ പറയുന്നതിനൊപ്പം അവന് നടുമുറ്റത്തേക്ക് ഒറ്റ ഏറായിരുന്നു. അയ്യോ മോനെ! നന്ദിക്ക് അവനരിയിലേക്ക് നീക്കൊണ്ട് ആർത്ത് കരഞ്ഞു. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ ഇന്ദ്ര. ആ ഒരു ജിത്തുവിനരികിലേക്ക് ഇരുന്നുകൊണ്ട് അവൻ അറുക്കാൻ പാത്രത്തിൽ നിൽക്കുന്ന ഇന്ദ്രന്റെ മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് യാചിച്ചു. മാറി നിൽക്കണേ! അവൻ പറഞ്ഞുകൊണ്ട് അവരെ തനിക്കൊരിക്കലും തള്ളി മാറ്റി. വേണ്ട വേണ്ടടാ, അവന് വിട്ടേക്ക് മോനെ, അവന് അബദ്ധം പറ്റിയതാ, അവന് വിട്ടേക്കടാ. അവരവന്റെ കാലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് താഴെ തറയിൽ നിന്ന് യാചിച്ചു. ഇന്ദ്രന്റെ കാൽ കീഴിൽ നിന്ന് തന്റെ പ്രാണന് വേണ്ടി യാചിക്കുന്ന നന്ദകിയെ കാണെ ആ അവസരത്തിലായിരുന്നിട്ട് കൂടി ജിത്തുവിന്റെ കണ്ണുകളിൽ അഗ്നിയാളി. നിങ്ങളോടല്ലേ തന്നെ ഞാൻ മാറാൻ പറഞ്ഞു. അവൻ പറയുന്നതിനൊപ്പം തന്റെ കാലിൽ ചുറ്റിപ്പിടിച്ചിരുന്ന് കരയുന്നവരുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് അവരെ സൈഡിലേക്ക് ഒറ്റ തള്ളലായിരുന്നു. അവർ മുഖമടിച്ച് വെറും നിലത്തേക്ക് വീണുപോയി. അമ്മേ! അത് കണ്ടതും ജിത്ത് വിറയാർന്ന ശബ്ദത്തിൽ അവർ വിളിച്ചു. മോനെ വളർത്തുമ്പോ നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തണം തള്ളേ. നിങ്ങൾ ആ പണി വൃത്തിക്ക് ചെയ്യാത്തോണ്ടല്ലേ എനിക്കിത് ഏറ്റെടുക്കേണ്ടി വന്നത്. അവൻ പറഞ്ഞുകൊണ്ട് ജിത്തുവിനെ തല പിടിച്ച് അവിടുത്തെ ഭിത്തിയിലേക്ക് ചേർത്ത് വെച്ച് ഉരച്ചു. അവന്റെ വേദന കൊണ്ടുള്ള കരച്ചിൽ അവിടെ നിന്നവരുടെ എല്ലാവരുടെയും മുഖം ഒരുപോലെ ചുളിച്ചു. നിനക്ക് തോന്നുമ്പോ കയറി പിടിക്കാനല്ലടാ ഇന്ദ്രൻ അവളെ കൂടെ കൂട്ടിയത്. അതിനു വേണ്ടിയല്ല ഞാൻ അവളെ 7 കൊല്ലം ഈ ചങ്കി കൊണ്ടുനടന്ന്. അവൻ പറഞ്ഞുകൊണ്ട് അവനെ താഴേക്ക് ആഞ്ഞു ചവിട്ടി. നിന്റെ ഈ ഒടുക്കത്തെ കഴപ്പ് തീർക്കാൻ വേണ്ടുന്നതിനെ നിന്റെ തന്തപ്പിടിയോടോ അതോ നാൽപ്പാട്ട് കാനോടോ കൊണ്ടുവരാൻ പറടാ നായേ. അല്ലാതെ ഞാൻ പൂജിക്കുന്നവരുടെ നേർക്ക് അതും കൊണ്ടുവന്നാതെ ഇതുപോലെ നീ ചത്തുതൊലയും വരെ എന്റെ കൈ കൊണ്ട് വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കും. അവൻ ജിത്തുവിനെ മുടിക്ക് കുത്തിപ്പിടിച്ച് അവിടെയുള്ള തൂണിലേക്ക് അവന്റെ തല ആഞ്ഞിടിച്ചു. അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത്രയും ശിവശങ്കരൻ തമ്പിയുടെ നെഞ്ചിൽ ആഴത്തിൽ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരുന്നു. താൻ ജീവന് തുല്യം സ്നേഹിച്ച കൊച്ചുമകന്റെ വായിൽ നിന്ന് തന്നെ കുറിച്ച് കേൾക്കുന്ന വാക്കുകൾ അയാളുടെ കഠിന ഹൃദയത്തെ ഒന്ന് ഉലച്ചു കളഞ്ഞു. വാർദ്ധക്യം ബാധിച്ച ആ വൃദ്ധ ശരീരത്തെ താങ്ങാൻ കയ്യിലെ ഊന്നുവടിക്ക് ബലം പോരാത്ത പോലെ അയാൾക്ക് തോന്നി തുടങ്ങി. നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, തന്തയുടെ തന്തയും കാണിക്കുന്നൊന്നും നീ നിന്റെ ജീവിതത്തിൽ അനുകരിക്കാൻ ശ്രമിക്കരുതെന്ന്. പക്ഷെ നീ അത് കേട്ടില്ല. ആൻ ജിത്തുവിനെ ശിവശങ്കരൻ തമ്പിയുടെ മുമ്പിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ആക്രോശിച്ചു. ഇപ്പൊ മനസ്സിലായോടാ, നിന്റെ പാരമ്പര്യം കൊണ്ട് കുടുംബത്തിലുള്ള പെണ്ണുങ്ങളുടെ നേർക്കിറങ്ങിയ നാട്ടിലുള്ള ആണൊരുത്തിനത് നോക്കി നിൽക്കില്ലാന്ന്. ആൻ ജിത്തുവിനെ നെഞ്ചിൽ ആഞ്ഞു പ്രഹരിച്ചുകൊണ്ട് ആക്രോശിച്ചു. അങ്ങനെ വാഴം പിണ്ടി കണക്ക് നോക്കി നിൽക്കാൻ നാൽപ്പാട്ട് തറവാട്ടിൽ നീയും നിന്റെ തന്തയും മാത്രമല്ലടാ ആണായി പറഞ്ഞിട്ടുള്ളത്. ഇന്ദ്രാവിന്റെ തലമുടിയിൽ പിടിച്ച് താഴെ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് മുരണ്ട്. ഞാൻ താലി കെട്ടി സ്വന്തമാക്കിയവളെ തന്നെ നീ നിന്റെ ഈ വെറി പിടിച്ച കണ്ണുകൊണ്ട് നോക്കും മോനെ. ഇന്ദ്രൻ പറയുന്നതിനൊപ്പം ജിത്തുവിനെ കറക്കിയെറിഞ്ഞ് ആ നേരെ ശിവശങ്കരൻ നെഞ്ചിൽ വന്ന് ഇടിച്ചു നിന്നു. അതിന്റെ ആ ശക്തിയിൽ അയാൾ നിലകിട്ടാവുന്ന പുറകിലേക്ക് ആഞ്ഞുപോയി. അവളെ ലക്ഷ്യം വെച്ച നിന്റെ ഈ കണ്ണ് ഞാൻ അന്നേ ചൂഴ്ന്നെടുക്കേണ്ടതായിരുന്നു. അവനത് പറഞ്ഞ ജിത്തുവിനോടാണെങ്കിലും അതിന്റെ താപമേറ്റു വാങ്ങിയ ശിവശങ്കരനായിരുന്നു. ഇനി ഒരിക്കലും നിന്റെ ഈ കണ്ണുകളിൽ അവൾ നിറയരുത്. അവൻ പറയുന്നതിനൊപ്പം അവന്റെ കണ്ണിലേക്ക് ആഞ്ഞു കുത്തി. അവൻ തന്റെ കണ്ണുകൾ ഇറുക്കെ പൂട്ടിക്കൊണ്ട് ശിവശങ്കരൻ തമ്മിയുടെ കാൽ കീഴിലേക്ക് പിടഞ്ഞിരിക്കാൻ ഒരുങ്ങിയതും ഇന്ദ്രൻ അവൻ അതിന് സമ്മതിക്കാതെ ആ കഴുത്തിൽ പിടിമുറുക്കിക്കൊണ്ട് പുറത്തേക്ക് ആഞ്ഞു തള്ളിയിരുന്നു. അവന്റെ ആ തളയിൽ ജിത്തു ശിവശങ്കരൻ തമ്മിയുടെ ദേഹത്തേക്ക് ഇടിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് തെറിച്ചു വീണു. അയ്യോ തമ്പിയേട്ടാ! സൗദാമിനി ഒരു വിളിയോടെ താഴേക്ക് വേശി വീഴാനൊരുങ്ങിയ ശിവശങ്കരനെ താങ്ങിപ്പിടിച്ചു. അയാൾ അപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും വിശ്വാസം വരാത്തവനെ പോലെ തനിക്ക് നേരെ ഒരു നോട്ടം പോലും സമ്മാനിക്കാതെ കനത്ത മുഖഭാഗത്തോടെ ജിത്തുവിനരിയിലേക്ക് നീങ്ങുന്ന ഇന്ദ്രനെ കണ്ണു തുറിച്ച് നോക്കി നിന്നു. ഇനി ഇവിടെ നീ വേണ്ട. ആൻ പറഞ്ഞുകൊണ്ട് ജിത്തുവിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ചോരയിൽ കുളിച്ചവൻ നേരെ പോയി വീണ് മുറ്റത്ത് വന്നിരുന്ന കാറിന് മുന്നിലേക്കാണ്. അയ്യോ എന്താ? കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആനന്ദൻ അവനെ താങ്ങി പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ നോക്കി പതട്ടത്തോടെ ചോദിച്ചു. മോന് തന്തയുടെ ഗുണം കാണിക്കണമെന്ന് അപ്പൊ ഞാൻ അവന് പറഞ്ഞു കൊടുക്കായിരുന്നു. ആ ഗുണം നീ നിന്റെ തന്തയുടെ അടുത്ത് മാത്രം കാണിച്ചാൽ മതിയെന്ന്. ഇന്ദ്രൻ അവനെയും താങ്ങി പിടിച്ച് തന്നെ നോക്കുന്ന ഇന്ദ്രൻ നോക്കി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ അവന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ കേൾക്കെ അവന് മിഴിച്ച് നോക്കി നിന്ന് പോയി. വലിയ മിണ്ടലും പിടിക്കലൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറുന്ന സ്ഥാനം മറന്നുകൊണ്ട് ഒരു വാക്കോ പ്രവൃത്തി അവനിൽ നിന്ന് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. ആ അവനാണ് തനിക്കുമ്പിൽ നിന്ന് ഇപ്രകാരം വാക്കുകളാൽ തന്നെ അപമാനിക്കുന്നത് നോക്കെ അയാളിൽ ഒരേ സമയം ആശ്ചര്യവും അപമാനവും മുന്നിട്ട് നിന്നു. കൊണ്ടുപോയി ഏതെങ്കിലും ഒഴിച്ചിൽ കേന്ദ്രത്തിൽ തള്ളിക്കോ ഈ ശവത്തിനെ, ഇവനിനി അതിനെ കൊള്ളുള്ളൂ. അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടക്കാനാഞ്ഞു. പിന്നെ എന്തോർത്ത പോലെ അയാൾക്ക് നേരെ വീണ്ടും തിരിഞ്ഞു.
ആ പിന്നെ കൊണ്ടുപോകുമ്പോ അകത്തിടയ്ക്ക് നിങ്ങളുടെ ഭാര്യയെ കൂടി പെറുക്കി കൂട്ടി കൊണ്ടുപോയിക്കോണം. ആ ഒന്നിനെ മാത്രമായിട്ട് ഇവിടെ ബാക്കിയാക്കണ്ട. ഇന്ദ്രൻ അയാൾ നോക്കി പുച്ഛഭാത്തിൽ പറഞ്ഞുകൊണ്ട് തിരികെ നടന്നു. ഇന്ദ്ര മുകളിലേക്കുള്ള ഗോവണി കയറാൻ ഒരുങ്ങിയതും ശിവശങ്കരാവനെ അതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് വിളിച്ചു. എന്താ? അവനൊട്ടും കടുപ്പം കുറെ വിളി കേട്ടു. നീ ചെയ്തു കൂട്ടിയതൊക്കെ എന്താന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ശിവശങ്കരൻ തമ്മിൽ സൗദാമിനിയുടെ പിടിപിടിച്ച് അവനരികിലേക്ക് ചുവട് വെച്ചുകൊണ്ട് കൂർമ്മതയോടെ ചോദിച്ചു. ബോധമില്ലാതെ ഓരോന്നും ചെയ്യാനും മാത്രം ബുദ്ധിശൂന്യല്ല ഞാനെന്നാ എന്റെ വിശ്വാസം. ആനയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ഉറച്ച ശബ്ദത്തിൽ പറയുമ്പോൾ അയാളുടെ ചുണ്ടുകളൊന്ന് കൂടി. ഇവിടെ എനിക്ക് മുമ്പ് ഇന്നുകൊണ്ട് ഇങ്ങനൊന്ന് പ്രവർത്തിക്കാൻ മാത്രം വളർന്നോ എന്റെ കൊച്ചുമോൻ? അയാൾ അവനെ നോക്കി പുച്ഛത്തോട് ചോദിച്ചു. ആ പുച്ഛം ഒരുപോലെ അവന്റെ ചുണ്ടുകളിലേക്കും വ്യാപിച്ചു. നാട്ടിലുള്ളവരുടെ വളർച്ച അളക്കുന്ന കൂടാതെ ഇടക്കൊക്കെ വീട്ടിലുള്ളവരുടെ വളർച്ച കൂടി ഒന്ന് അളക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലാച്ചാ ഇതുപോലെ എനിക്കത് ഇടയ്ക്കിടയ്ക്ക് ബോധ്യപ്പെടുത്തി തരേണ്ടി വരും. അവൻ അയാളെ നോക്കിയൊരു പുച്ഛച്ചിരിയോടെ പറഞ്ഞു. അയാളുടെ മുഖത്തെ പുച്ഛഭാവം നയഞ്ഞു. പിന്നെ ചെയ്യാനുള്ളത് എന്തായാലും അതാണുങ്ങളെ പോലെ 10 പേർക്ക് മുമ്പിൽ പകലവട്ടത്ത് നിന്ന് ചെയ്താൽ എനിക്ക് ശീലം. അല്ലാതെ ഇരുട്ടിന്റെ മറവിൽ പതിയിരുന്ന് ആക്രമിച്ച് പുളകം കൊള്ളാൻ എന്റെ കൈകാലുകൾക്ക് ക്ഷയം ബാധിച്ചിട്ടില്ല. അവനയാളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞിരുത്തുമ്പോൾ അയാളിൽ നന്നേ പതർച്ച നിറഞ്ഞു. ഇത്ര നാളും ചുറ്റും നടക്കുന്ന ഒന്നും എന്നെ ബാധിക്കാതിരുന്നതുകൊണ്ട് മാത്രാ ഞാൻ എന്റെ കാര്യം മാത്രം നോക്കി ഒതുങ്ങിപ്പോയിക്കൊണ്ടിരുന്നത്. അവൻ പറയുമ്പോൾ അയാൾക്കുള്ളൊന്ന് ശക്തമായി നടുങ്ങി. ഒരിക്കലും നിങ്ങളുടെ വഴിയെ വരാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല മുത്തശ്ശ. അവനയാളെ നോക്കി ഗൗരവട്ടും കുറെ പറയുമ്പോൾ അയാളൊന്ന് ഉമിനീരിറക്കിപ്പോയി. പക്ഷേ നിങ്ങളെന്നെ ആ ഓവ് ചാല് വഴി നടത്തിച്ച് അടങ്ങൂന്ന് പറഞ്ഞ് കാച്ച കെട്ടി ഇറങ്ങിയ പിന്നെ ഞാൻ എന്താ ചെയ്യാ? അവൻ പറയുന്നതിനൊപ്പം കൊടുത്തിരുന്ന മുണ്ടൊന്ന് മടക്കി കുത്തിക്കൊണ്ട് അയാളെ നോക്കി. ഇന്നെന്റെ പെണ്ണിന്റെ നേർക്കുണ്ടായ ആക്രമണം അത് നിങ്ങളുടെ അറിവോടെ ആണോ അല്ലയോന്നൊന്നും എനിക്കറിയില്ല. ഇനിയൊട്ട് അറിയുകയും വേണ്ട. പക്ഷേ ഇന്നുണ്ടായതുപോലെ ഇനിയൊന്നും അവൾക്ക് എന്റെ കുഞ്ഞിന് നേരെ ഉണ്ടാവരുത്. ഉണ്ടായാ ഒരു മേഘനാഥന് വേണ്ടി കാത്തു നിന്ന് വരില്ല ഞാൻ. എന്റെ ഈ കൈ കൊണ്ട് ഞാൻ എല്ലാത്തിനും അന്ത്യം കുറിച്ചിരിക്കും. എല്ലാത്തിനും. അവനയാളെ കടുപ്പിച്ചു നോക്കി പറഞ്ഞുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ ഓരോന്നായി കയറുമ്പോൾ അയാളൊന്ന് ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ അവനെ നോക്കി അങ്ങനെ നിന്നുപോയി. അവന്റെ വാക്കുകൾ ഓരോന്നും ഇപ്പോഴും തന്റെ കാതുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന അയാൾ അറിഞ്ഞു. തമ്പിയേട്ടാ? സൗദാമിനി അയാളെ കുലുക്കി വിളിച്ച് അയാളൊന്ന് ഞെട്ടി. എന്താ എന്താ പറ്റി? അവരയാളെ നോക്കി ആകുലതയോടെ ചോദിച്ചു. അയാൾ അവിടെ ആ കൈ പിടിവിച്ചുകൊണ്ട് തന്നെ മുറി ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി. അടഞ്ഞിടക്കുന്ന മുറിയുടെ വാതിൽ തള്ളി തുറന്നവനകത്തേക്ക് കയറിയതും കയ്യിൽ പിടിച്ചിരുന്ന സാരി തലപ്പ് ആൾ വേഗം മാറിലേക്ക് ഇട്ടുകൊണ്ട് വാതിലിന് നേർക്ക് തിരിഞ്ഞു. അവിടെ ആകെ കോപം കൊണ്ട് വിറച്ചു നിൽക്കുന്നവനെ കണ്ടതും അവൾ അറിയാതെ ഒന്ന് മിനീരിറക്കിപ്പോയി. അവൻ അവളെ നോക്കിക്കൊണ്ട് ഇട്ടിരുന്ന ഷർട്ട് വലിച്ചെറിഞ്ഞ് അവിടെ കിടന്ന കസേര കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. അവന് ആ പ്രവൃത്തിയിൽ തൊട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞു അവളും ഒരുപോലെ ഒന്ന് ഞെട്ടിയിരുന്നു. ആൾ കുഞ്ഞിനെയും തട്ടിക്കൊടുത്തുകൊണ്ട് പയ്യെ വേണോ വേണ്ടേ എന്ന പോലെ അവനരികിലേക്ക് നീങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.